കല്ലമ്പലത്ത് മാതാവിനെ വീടിനു പുറത്താക്കി മകൻ. കല്ലമ്പലം കരവാരത്താണ് സംഭവം. മകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ മാതാവ് അയൽ വീട്ടിൽ അഭയം തേടി. കണ്ണാട്ടുകോണം പത്മവിലാസത്തിൽ 65 വയസ്സുള്ള കമലാക്ഷിക്കാണ് ഈ ദുർഗതി. ഇളയ മകൻ 39 വയസ്സുള്ള സബീഷും കുടുംബത്തിനും ഒപ്പമാണ് വർഷങ്ങളായി കമലാക്ഷിയുടെ താമസം. കമലാക്ഷിയും ഭർത്താവും അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത്. കമലാക്ഷിയുടെ ഭർത്താവ് മരണപ്പെട്ടു. തുടർന്ന് ഈ വീടും പുരയിടവും കൈക്കലാക്കുന്നതിന് വേണ്ടി മകൻ കമലാക്ഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ദിവസവും മദ്യപിച്ച് എത്തി അസഭ്യം വിളിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. നാളുകൾ ഏറെയായി കമലാക്ഷി ഈ അസഭ്യവും ശാരീരിക പീഡനവും ഏൽക്കാൻ തുടങ്ങിയിട്ട്. മകനെതിരെ പലപ്രാവശ്യം കല്ലമ്പലം പോലീസിൽ പരാതി നൽകി. എന്നാൽ അപ്പോഴെല്ലാം സബീഷിനെ പോലീസ് താക്കീത് ചെയ്തുവിട്ടു. എന്നാൽ സബീഷ് പിന്നെയും ക്രൂരത തുടർന്നു. അമ്മയോട് പോയി കെട്ടിത്തൂങ്ങി വിഷം കഴിച്ചോ മരിക്കാനാണ് മകൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുകയായിരുന്നു കമലാക്ഷിയുടെ തലയിൽ കൂടി ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുകയും അതേ ബക്കറ്റ് കൊണ്ട് ശരീരമാസകലം ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്താകെ നീലിച്ച പാടുകളാണുള്ളത്. സ്വന്തം വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തു കഴിക്കാനോ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാനോ കഴിയാത്ത അവസ്ഥയാണ് ഈ അമ്മയ്ക്ക്. വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും കമലാക്ഷി വാങ്ങിയതാണ്. ഭർത്താവിന്റെ മരണശേഷം മൂത്ത മകനും മരണപ്പെട്ടു. 2 മാസം മുൻപാണ് പാലക്കാട് താമസിക്കുന്ന മകളുടെ ഭർത്താവ് മരണപ്പെട്ടത്. മാതാവിനെ സംരക്ഷിക്കാൻ ബാധ്യയുള്ള ഈ ഒരു മകൻ ലഹരിക്ക് അടിമപ്പെട്ട് ക്രൂരമായി പെരുമാറുന്നു. മകളുടെ വീട്ടിൽ ആയിരുന്ന കമലാക്ഷി അടുത്ത ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്താൻ വീണ്ടും വീട്ടിലെത്തിയത്. മകന്റെ ക്രൂരത മരുമകൾ കണ്ടുനിൽക്കും എന്നല്ലാതെ ഒന്നും പ്രതികരിക്കാറില്ല. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ വിവരമറിയിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് ജോലി ചെയ്തു ജീവിക്കുന്ന കമലാക്ഷി ഏറെ ഭയത്തോടെയാണ് ഈ വീട്ടിൽ കഴിയുന്നത്. ഇന്ന് രാവിലെ സബീഷ് കമലാക്ഷിയെ വീടിന് പുറത്താക്കി. പ്രഭാതകൃത്യം പോലും നടത്താനാവാതെ വിഷമിച്ചിരുന്ന കമലാക്ഷിയെ അയൽവാസിയാണ് കൂട്ടിക്കൊണ്ടുപോയി അഭയം നൽകിയത്.